ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി ഒരു നാണക്കേടിന്റെ റെക്കോർഡ്. അയർലൻഡിനെതിരെയുള്ള T20 പരമ്പരയിൽ ഇന്ത്യക്ക് കനത്ത പരാജയം. 2 മത്സരങ്ങളുടെ പരമ്പരയിൽ ഒറ്റ മത്സരം പോലും വിജയിക്കാനാവാതെയാണ് ഇന്ത്യ പരമ്പര അടിയറവ് വെച്ചത്. ആവേശകരമായ അവസാന T20 മത്സരത്തിൽ വെറും 1 റണ്ണിനായിരുന്നു ഐറിഷ് പടയുടെ വിജയം. സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ തോൽവി അറിയാതെ മുന്നേറിയ ഇന്ത്യൻ സംഘം പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ കീഴിലിറങ്ങിയ ആദ്യ പരമ്പരയിൽ തന്നെയാണ് പരാജയം രുചിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 154 റൺസാണ് നേടിയത്. 47 പന്തിൽ 53 റൺസ് നേടിയ ഹാരി റെക്ടറുടെ അർദ്ധ സെഞ്ചുറിയും 23 പന്തിൽ 37 റൺസ് എടുത്ത ബെൻ കാറ്റ്ലിയുടെ പ്രകടനവുമാണ് അയർലൻഡിന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. ഇന്ത്യക്കായി അരങ്ങേറ്റ മത്സരം കുറിച്ച പ്രിൻസ് യാദവ് 3 വിക്കറ്റുകൾ വീഴ്ത്തി മികച്ച പ്രകടനം പുറത്തെടുത്തു. ശിവൻ ദുബെ, അർഷ്ദീപ് സിംഗ് എന്നിവർ 2 വിക്കറ്റുകൾ വീതവും ഹർഷിത് റാണ 1 വിക്കറ്റും സ്വന്തമാക്കി. എന്നാൽ 155 റൺസിന്റെ വിജയ ലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടെ പോരാട്ടം 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസിൽ അവസാനിക്കുകയായിരുന്നു. 46 പന്തിൽ 55 റൺസ് നേടി തിലക് വർമ്മ പൊരുതി നോക്കിയെങ്കിലും ലക്ഷ്യത്തെത്താനായില്ല. അവസാന ഓവറുകളിൽ ഹർഷിത് റാണ 10 പന്തിൽ 21 റൺസും പ്രിൻസ് യാദവ് നേരിട്ട ആദ്യത്തെ പന്തിൽ സിക്സറും അടിച്ച് പ്രതീക്ഷ നൽകിയെങ്കിലും 1 റൺസ് അകലെ ഇന്ത്യക്ക് വിജയം നഷ്ടമാവുകയായിരുന്നു. അയർലൻഡിനായി മാത്യു ഹൊള്ളറും ജയ് മൂദ്രയും 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. മലയാളി താരം സഞ്ജു സാംസണിന്റെ തിരിച്ചുവരവ് കാത്തിരുന്ന ആരാധകർക്ക് ഈ മത്സരം നിരാശയാണ് സമ്മാനിച്ചത്. നേരിട്ട ആദ്യ പന്തിൽ തന്നെ സഞ്ജു പൂജ്യനായി മടങ്ങി. ആദ്യ മത്സരത്തിനും സഞ്ജുവിനെ പുറത്താക്കിയ ജയ് മൂദ്ര തന്നെയാണ് ഇത്തവണയും ഗോൾഡൻ ഡക്കായി മലയാളി താരത്തെ മടക്കിയത്. ഇതോടെ ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ പുറത്താകുന്ന ഇന്ത്യൻ താരങ്ങളുടെ അത്ര നല്ലതല്ലാത്ത റെക്കോർഡിലേക്ക് സഞ്ജുവിന്റെ പേരും ചേർക്കപ്പെട്ടു. മുൻപ് KL രാഹുൽ, പൃഥ്വി ഷാ, രോഹിത് ശർമ്മ, അഭിഷേക് ശർമ്മ എന്നിവരാണ് ഇത്തരത്തിൽ പുറത്തായിട്ടുള്ളത്. സഞ്ജുവിന് പുറമെ അഭിഷേക് ശർമ്മയും ഈ മത്സരത്തിൽ റണ്ണൊന്നും എടുക്കാതെയാണ് പുറത്തായത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 10 റൺസിനും ഇഷാൻ കിഷൻ 12 റൺസിനും പുറത്തായി. തുടർച്ചയായ പരാജയങ്ങളും സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള മുൻനിര ബാറ്റർമാരുടെ ഫോമില്ലായ്മയും ഇന്ത്യൻ ക്യാമ്പിലെ വലിയ ആശങ്കകൾക്കാണ് വഴിതിരിക്കുന്നത്.